ബ്രസീലിൻ്റെ മൈതാനങ്ങളിൽ സാന്റോസിൻ്റെ ആ വെള്ളക്കുപ്പായത്തിൽ പഴയ ആ നെയ്മറിൻ്റെ ഒരു അംശമെങ്കിലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു തിരിച്ചറിവാണ്, വലിയൊരു പ്രതീക്ഷയാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ നിലവിലെ സാന്റോസിലെ ഫോം അല്ലേ. കാരണം 5 ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ വക, അദ്ദേഹത്തിൻ്റെ ബാല്യകാല ക്ലബിന് വേണ്ടിയിട്ട് 3 അസിസ്റ്റുകളും 2 ഗോളുകളും. ഇന്നലത്തെ അവസാനത്തെ മത്സരത്തിൽ ഒരു 1.5 ഗോള് കോർണർ കിക്കിൽ വന്നിട്ടുള്ള ഒരു ഗോള്. അത് ഗോളടിച്ചതിന് ശേഷം ആർത്തിരമ്പുന്ന കാണികൾക്ക് മുന്നിൽ പോയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സെലിബ്രേഷനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരുത്തം കണ്ടിട്ടുണ്ടാകും എല്ലാവരും. ആ ഗോളും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനൊക്കെ അല്ലേ. ഏതായാലും കഴിഞ്ഞ കളിയിൽ 2 അസിസ്റ്റുകളും 1 ഗോളുമാണ് നെയ്മർ ജൂനിയറുടെ സമ്പാദ്യം. ടോട്ടൽ 3 അസിസ്റ്റുകളും 2 ഗോളുകളും അദ്ദേഹം ഇപ്പോൾ സാന്റോസിന് വേണ്ടിയിട്ട് നേടിക്കഴിഞ്ഞു. അൽ ഹിലാലിൽ അദ്ദേഹം കളിച്ച മിനിറ്റുകളെക്കാട്ടിലും കൂടുതൽ ഈ ഒരു കഴിഞ്ഞ 2 വീക്കിൽ അദ്ദേഹം സാന്റോസിന് വേണ്ടി കളിച്ചു. അൽ ഹിലാലിൻ്റെ പരിശീലകൻ പറഞ്ഞത് എന്താ, നെയ്മറിന് ഞാൻ പഴയ രൂപത്തിൽ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇൻസൾട്ട് ചെയ്ത് വിട്ട നെയ്മർ ഈ ഒരു 3-4 ഗെയിമുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ആറ്റിറ്റ്യൂഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, പഴയ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി വരാൻ നിൽക്കുന്ന ബ്രസീലിൻ്റെ മത്സരങ്ങളാണ്. മാർച്ചിൽ കൊളംബിയ അർജൻറ്റീനയുമായിട്ടുള്ള മത്സരങ്ങളിൽ അദ്ദേഹം ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് 99% നമ്മൾ ഉറപ്പിക്കുന്നത്. കാരണം ബ്രസീലിൻ്റെ പരിശീലകനൊക്കെ അദ്ദേഹത്തിൻ്റെ നെയ്മറിൻ്റെ മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് നേരിട്ട് വീക്ഷിച്ച് നേരിട്ട് കണ്ടിട്ട് നെയ്മറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നെയ്മർ ജൂനിയർ പെട്ടെന്നൊന്നും അങ്ങനെ കളം വിടേണ്ട ആളല്ല, അല്ലെങ്കിൽ തളരേണ്ട ആളല്ല. അദ്ദേഹം തിരിച്ചു വരും, വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനൊരിക്കലും ഇനി ആ പഴയ ഫിറ്റ്നസ്സിലേക്ക് എത്തില്ല. അതായത് 19 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫിറ്റ്നസ്സിലേക്ക് ഞാൻ എത്തുകയില്ല. ഞാനെന്തായാലും ആ ഒരു കാലഘട്ടം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഞാൻ ഓരോ മത്സരങ്ങളും അല്ലെങ്കിൽ ഓരോ തൻ്റേതായിട്ടുള്ള പ്രകടനങ്ങൾ ബെറ്ററാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നെയ്മർ ജൂനിയർ പറഞ്ഞു. ഏതായാലും നമുക്ക് കാത്തിരിക്കാൻ നെയ്മറിൻ്റെ പുതിയ അദ്ദേഹം കളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരം വേറെ ലെവലാക്കും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഇനിയും ഒരുപാടില്ലേ.